സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാര്, അതുപോലെ റേഡിയോയിലൂടെയൊക്കെ ഈ ക്ലാസ് ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ പാരായണ പരിശീലന ക്ലാസിന്റെ വേദിയാണ് ഇൻഷാ അല്ലാഹ് ഇനിയുള്ളത്. അൽഹംദുലില്ലാഹ്, ഇന്നലെ നമുക്ക് കയറാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് നമുക്ക് ക്ലാസ് നടത്താൻ കഴിഞ്ഞു. ഇന്നലെ കുറെ സമയമായിട്ട് കയറാൻ കഴിഞ്ഞു. പിന്നെ അവസാനം ഒരു 15 മിനിറ്റ് സമയമൊക്കെ ഉള്ള സമയത്താണ് ഡയലക്സ് ശരിയായത്. ഇന്നും രാവിലെ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഏതായാലും എന്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളൊക്കെ പറയുന്ന കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക. നമ്മൾ വിശാലമായി തജ്വീദ് മാത്രം പറഞ്ഞ് കൊണ്ടുപോകുന്നില്ല. ഓരോ ആളുകൾക്കും മനസ്സിൽ വെക്കാൻ രൂപത്തിലുള്ള ഓരോരോ കാര്യങ്ങളെ ഭൂരിഭാഗം സമയം പറയാറുള്ളത്. അല്ലാതെ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്നും മനസ്സിൽ നിൽക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ, മറ്റേതുപോലെ ഫിഖ്ഹുൽ ഹുക്മും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയും, നസീഹത്ത് ഉൾക്കൊള്ളാൻ കഴിയും. ഇത് ചില ആളുകൾക്ക് എത്ര പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷെ സാധാരണ ഓതുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും നല്ലത് അല്പാൽപമായിട്ട് പരിശുദ്ധ ഖുർആനിലെ ഓത്തിന്റെ മര്യാദകളും നിയമങ്ങളും പറയുന്നതാണ് നല്ലത്. ഇന്ന് ഓത്തിൽ നാം പാലിക്കേണ്ട ചില മര്യാദകളെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു മനുഷ്യനെ പടച്ചിട്ടുള്ളത് അവന്റെ ആ ഒരു സൃഷ്ടിയുടെ രൂപം, ഒരാൾക്കും പരിധിക്കപ്പുറം ശ്വാസം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് വെറുതെ ശ്വാസം പിടിക്കുന്ന വിഷയമായാലും ശരി, അതല്ല എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്തായാലും ശരി, ഒരു പരിധിക്ക് അപ്പുറം. ചില ആളുകൾക്ക് കുറച്ച് കൂടുതൽ സമയം കിട്ടും, ചില ആളുകൾക്ക് വളരെ പരിമിതിയായിരിക്കും. മറ്റു ചില ആളുകൾക്ക് അവരുടെ പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ അസുഖം കൊണ്ടോ ഒക്കെ വളരെ ശ്വാസം കുറച്ചെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സൃഷ്ടി തന്നെ എങ്ങനെയാണിരിക്കെ ഈ പരിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിലും തുടക്കവും ഒടുക്കവും, തുടങ്ങലും നിർത്തലും അതിന് വലിയ ഒരു നിയമം തന്നെ തജ്വീദിലുണ്ട്. എവിടെ തുടങ്ങണം, എവിടെ നിർത്തണം, എങ്ങനെ തുടങ്ങണം, എവിടെ നിർത്തിയാലാണ് അത് വീണ്ടും എടുത്ത് തുടങ്ങേണ്ട സ്ഥലം എന്നുള്ളത് മുൻപൊരിക്കൽ പറഞ്ഞെങ്കിലും ഒന്നുകൂടെ വഖഫ് ഇബ്തിദാ എന്ന വിഷയം ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നല്ലപോലെ ശ്രദ്ധിക്കുക. നാം പരിശുദ്ധ ഖുർആനിൽ ഓതുന്ന ഒരു ആയത്താണ് വറത്തീൽ ഖുർആന തെർത്തീലായിട്ട് ഓതണം എന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഈ പരിശുദ്ധ ഖുർആനെ തോന്നിയ രൂപത്തിൽ വായിച്ചു തീർക്കാനുള്ളതല്ല, പക്ഷെ അതിന് ഒരു പാരായണ മര്യാദകളുണ്ട്, അതനുസരിച്ച് ഓതണം എന്നാണ്. ഇതിന് വ്യത്യസ്തമായിട്ടുള്ള വിശദീകരണങ്ങൾ പല അയിമത്തും നൽകിയെങ്കിലും അതിന്റെ ഒരു ഭാഗമാണ് ആ പരിശുദ്ധ അള്ളാഹുവിന്റെ കലാമ് തുടങ്ങുന്ന സമയത്തും അവസാനിക്കുന്ന സമയത്തും ആ പാരായണം ചെയ്യുന്ന വ്യക്തിക്കും അത് കേൾക്കുന്ന മറ്റുള്ള ആളുകൾക്കും അതിന്റെ ആ ഒരു ഉദ്ദേശം എന്താണോ പറയുന്നത് എന്നത് മനസ്സിലാക്കൽ വലിയൊരു വിഷയമാണ്. എവിടെയെങ്കിലും നിർത്തുമ്പോൾ അത് ഇനി എന്ത് എന്നുള്ള ഒരു രീതിയിൽ ആശങ്കപ്പെടാതെ, അല്ലെങ്കിൽ ഇത് അങ്ങനെയാണോ എന്നുള്ളൊരു ആശങ്ക വരാതെ അറബി ഭാഷ അറിയുന്ന ആളുകൾക്കൊക്കെ അത് മനസ്സിലാവണം. അത് രണ്ട് രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ആ പറയുന്ന വാക്കിന്റെ അർത്ഥം പൂർത്തിയാവുക, ആ പറയുന്ന വാചകത്തിന്റെ അല്ലെങ്കിൽ ആയത്തിന്റെ അർത്ഥം പൂർത്തിയാക്കി നിർത്തുക. അത് ഒരുപക്ഷെ അർത്ഥം നിർത്തുന്ന സ്ഥലത്ത് മറ്റുള്ള ഭാഗങ്ങൾക്കോ മുൻഭാഗങ്ങൾക്കോ ബന്ധപ്പെട്ട സ്ഥലങ്ങളാകും, അല്ലെങ്കിൽ പൂർത്തിയായ സ്ഥലമാവും. ഈ സ്ഥലത്ത് എന്ത് ചെയ്യണം എന്നുള്ളതൊന്ന്. മറ്റൊന്ന് ഈ ഇഅ്റാബിന്റെ വിഷയം. അറബി ഭാഷയിലെ ഗ്രാമർ, ആ ഗ്രാമറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കെലിമത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. സിഫത്ത്, മൗസൂഫ്, മുദാഫ്, മുദാഫ് ഇലൈഹി, ഇങ്ങനെ കുറെ വിഷയങ്ങൾ അറബി ഭാഷയുടെ ഗ്രാമറുമായി ബന്ധപ്പെട്ടുണ്ട്. ആ ഒരു വിഷയവും പരിഗണിക്കുന്നതാണ്.
ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുവരുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് ഓരോ ആയത്തുകളും നിർത്തിയായിരുന്നു ഓതിയിരുന്നത്. ഒരായത്ത് പൂർത്തിയായാൽ നിർത്തി ശ്വാസമെടുത്ത് അടുത്ത ആയത്ത് ഓതുന്ന ഒരു രീതിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചിരുന്നത് എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വന്ന ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്കൊക്കെ അറിയാം, ഓരോ ആയത്തുകൾ പരിശുദ്ധ ഖുർആൻ മുസ്ഹഫ് മറിച്ച് നോക്കിയാൽ ഓരോ ആയത്തുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു ആയത്ത് തുടങ്ങി അതിന്റെ ഒടുക്കത്തിൽ നിർത്തി ഓതുന്നത് വളരെ ഭംഗിയുള്ള കാര്യമാണ്. പക്ഷെ ചില ആയത്തുകൾ വളരെ ദൈർഘ്യം കൂടിയ ആയത്തുകളായിരിക്കും. 3-4 വരികൾ മുതൽ ഒരു പേജ് വരെയുള്ള ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് എന്തായാലും ആ ഒരു പേജൊന്നും ഒരാൾക്ക് ഒന്നിച്ച് ഓതി തീർക്കൽ ആയാസകരമല്ല. ഈ വിഷയത്തിൽ ഉലമാക്കൾ ഇതിനെ 3 രീതിയിലായിട്ട്, എവിടെ നിർത്തണം എന്നുള്ളത് 4 രീതിയിലായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. 4 രീതിയിൽ ഈ പരിശുദ്ധ ഖുർആൻ ഓത്തിന്റെ ഇടയിൽ നാം നിർത്തുന്നതിനെക്കുറിച്ചും തുടങ്ങുന്നതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് അൽ വഖഫു താം, രണ്ടാമത്തത് വഖഫുൽ കാഫി, മൂന്നാമത്തത് വഖഫുൽ ഹസൻ, നാലാമത്തത് വഖഫുൽ ഖബീഹ്. വഖഫു താം, വഖഫുൽ കാഫി, വഖഫുൽ ഹസൻ ഇതൊക്കെ നിർത്താൻ പറ്റുന്ന സ്ഥലമാണ്. എന്നാൽ വഖഫുൽ ഖബീഹ് മോശമായ നിർത്തല്, ഖബീഹ് എന്ന് പറഞ്ഞാൽ മോശമായത്, താമ് പൂർത്തിയായത്, കാഫി എന്നുള്ളതും അതേ അക്കം തന്നെ, ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലത്, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ വാക്കർത്ഥം. ഏതൊക്കെയാണ് ഈ വഖഫു താമ്, ഏതൊക്കെയാണ് കാഫി, ഹസൻ, ഖബീഹ് എന്ന് വിശദീകരിക്കുമ്പോൾ എന്താണ് വഖഫ് എന്നുള്ളത് നാം ആദ്യം മനസ്സിലാക്കുക. ഒരായത്ത് ഓതി അല്ലെങ്കിൽ ഒരു അല്പം ഓതി നിർത്തി ശ്വാസം എടുത്ത് പിന്നെയും ഓതുന്നതിനാണ് വഖഫ് എന്ന് പറയുകയുള്ളൂ. സ്റ്റോപ്പ് എന്ന് മാത്രം അല്ല ഉദ്ദേശം. നമ്മളിപ്പോ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് എന്നൊരാൾ ഓതുന്ന സമയത്ത് അവിടെ എല്ലാ ആയത്തിന്റെയും അവസാനം നിർത്തുന്നുണ്ടെങ്കിലും അദ്ദേഹം ശ്വാസം, ഞാനിപ്പോ ഓതിയ രീതി ശ്വാസം എടുത്തിട്ടില്ല, എന്റെ അതേ ശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഓതിയത്. അങ്ങനെ ഓതാൻ പാടുണ്ട് എന്ന് പറയുന്ന ഉലമാക്കൾ ഉണ്ടെങ്കിലും അത് വഖഫ് എന്ന് അതിന് പറയാൻ കഴിയില്ല. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് എന്ന രീതിയിൽ ആദ്യത്തെ ആയത്ത് ഓതിയിട്ട് ശ്വാസമെടുത്ത് വീണ്ടും ഓതുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് എന്ന് ഓതുന്ന സമയത്ത് നാം ചെയ്തത് അവിടെ സക്കത്തയാണ്. ഓത്ത് നിർത്തുകയും ചെയ്തു, എന്നാൽ ശ്വാസം വിടുകയും ചെയ്യുന്നില്ല. ഇതിനാണ് സക്കത്ത എന്ന് പറയുന്നത്. നമ്മൾ പല സ്ഥലങ്ങളിലും സക്കത്ത വന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോ വഖഫ് പൂർത്തിയാവണമെങ്കിൽ നമ്മൾ ശ്വാസം എടുക്കണം. ഇവിടെ വഖഫ് താമ് എന്നുള്ള വിഷയം എന്താണെന്ന് ഒന്ന് നമുക്ക് നോക്കാം. ഓതുന്ന സ്ഥലത്ത് ഒരു കലിമത്തും നിർത്തുമ്പോൾ, എങ്ങനത്തെ കലിമത്ത്, അതിന്റെ മഅനയും പൂർത്തിയാണ്, മുമ്പുള്ളതിനോടോ പിൻപുള്ളതിനോടോ ലഫ്ളിൽ യാതൊരു ബന്ധവുമില്ല. പറയുന്ന വിഷയം പൂർത്തിയായി, എന്നാൽ ഇഅ്റാബ് ഗ്രാമർ വെച്ച് നോക്കുന്ന സമയത്ത് മുമ്പുള്ളതിനോടോ ശേഷമുള്ളതിനോടോ ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ബന്ധം വരാത്ത ഒരു സ്ഥലം, ഇതിനാണ് വഖഫ് താം എന്ന് പറയുക. ഇവിടെ 2 രീതിയിൽ വരും. ഒന്ന് ലഫ്ളിയായിട്ടുള്ള ബന്ധം വരും, അല്ലെങ്കിൽ മാനവിയായിട്ടുള്ള ബന്ധം വരും. മുമ്പുള്ളതിനോടോ പിൻപുള്ളതോ ബന്ധം എന്നാൽ ഒന്നുകിൽ അതിന്റെ ലഫ്ളിയായ ബന്ധം, അതെങ്ങനെ, ഒന്നുകിൽ ആതുഫും മഅതുഫുമായിരിക്കും. അതാണ് ഗ്രാമർ മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അറബി ഭാഷയുടെ ഗ്രാമർ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്താണ് എന്താണ് ആതുഫ്, എന്താണ് മഅതുഫ്. അതുപോലെ സിഫത്തും മൗസൂഫുമാകും, അതുപോലെ മുദാഫും മുദാഫ് ഇലൈഹിമാവും. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരും. അതാണ് അതിന്റെ ലഫ്ളിയായിട്ടുള്ള ബന്ധം. ഉദാഹരണം, യത്ലൂ സുഹുഫൻ മുതഹ്ഹറ
യത്ലൂ സുഹുഫൻ മുതഹ്ഹറ എന്നൊരു കലിമത്ത് അല്ലെങ്കിൽ ആയത്തിന്റെ ഭാഗം ഓതുന്ന സമയത്ത് ഒരാള് അദ്ദേഹത്തിന് നിർത്തിയത് യത്ലൂ സുഹുഫ എന്നുള്ള സ്ഥലത്ത് നിർത്തുന്ന ഒരാളാണെങ്കിൽ അതെന്തല്ല, വഖഫ് താമല്ല. കാരണം മുതഹ്ഹറ എന്ന് പറഞ്ഞത് ആ സുഹുഫിനെ വിശദീകരിക്കുന്ന സിഫത്താണ്. ഇതിനെ മുതഹ്ഹറ എന്നുള്ള ആ ഒരു കലിമത്ത് അവിടെ വരുന്നത് അത് ലഫ്ളിയായിട്ടുള്ള ഒരു ബന്ധമാണ് ഇങ്ങനെ. അപ്പൊ യത്ലൂ സുഹുഫൻ മുതഹ്ഹറ എന്ന് ഓതുന്നതാണ് അവിടെ നല്ലത്. അതുപോലെ തന്നെ മഅനവിയായിട്ടുള്ള ബന്ധം വരുന്നത് എങ്ങനെയാണ്? ഉദാഹരണം പറയാണ് നമ്മൾ ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. ഈ ഒരു ആയത്ത് ഓതുന്ന സമയത്ത് ഒരാൾ ഖാലിദീന ഫീഹാ എന്നുള്ളത് നിർത്താണ്. ഈ നിർത്തുന്ന സമയത്ത് അവിടെ എന്തായിട്ടില്ല, ആ ഒരു വിഷയം പൂർത്തിയായിട്ടില്ല, പറയുന്ന ഒരു വിഷയത്തിന്റെ പൂർണ്ണത എത്തിയിട്ടില്ല. എന്നാൽ മാന ചെറുതായിട്ട് പൂർത്തിയാകും ചെയ്തിട്ടുണ്ട്. അതാണ് വഖഫ് താമും കാഫിയും ഹസനും തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഇത് മൂന്നും നമുക്ക് നിർത്താൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടെ ഉലൈകഹും ശർറുൽ ബരിയ, കാഫിര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അതുപോലെ അഹ്ലു കിതാബിനെയും മുശ്രിക്കീങ്ങളെയും പറ്റി പറയുന്ന ഒരു വിഷയമാണ് ഉലൈകഹും ശർറുൽ ബരിയ എന്നുള്ളത് കൂടെ ഓതുമ്പോഴാണ് അതിന്റെ ആ ഒരു ഉദ്ദേശം, അതിന്റെ മാന പൂർത്തിയായി വരുന്നത്. അപ്പോ ഇങ്ങനത്തെ ബന്ധം ഒന്നുമില്ലാതെ, അതായത് നിർത്തുന്ന സ്ഥലത്തിനോട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ബന്ധമില്ലാത്ത സ്ഥലത്ത്, അത് ലഫ്ളിയായിട്ടും മഅനവിയായിട്ടും ഒരു ബന്ധവുമില്ലാതെ പൂർണ്ണമായ അർത്ഥത്തോടെ നിർത്തുന്ന സ്ഥലത്തിനാണ് വഖഫ് താം എന്ന് പറയുന്നത്. ഇത് ഭൂരിഭാഗം വരുന്നത് ഒരു പക്ഷേ ആയത്തുകളുടെ അവസാനത്തിലൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഓരോ ആയത്തുകളും അവസാനിക്കുന്നിടത്ത് നമുക്ക് നിർത്താം. പക്ഷെ ചില ആയത്തുകൾ ശേഷമുള്ളതിന് ബന്ധമുള്ള സ്ഥലങ്ങളുണ്ട്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ എന്നുള്ളത് ഒരു ആയത്തിന്റെ പൂർത്തീകരണമാണ്. ഇല്ല അൻ യശാ അല്ലാഹ് എന്നുള്ളത് അടുത്ത ആയത്താണ്. പക്ഷെ അതിന്റെ അവിടെ ഈ ഒരു വിഷയമുണ്ട്. ആയത്ത് എന്നുള്ളതിൽ നിർത്താമെങ്കിലും പക്ഷെ അതിന്റെ മാന പൂർത്തിയാകണമെങ്കിൽ അടുത്ത ആയത്ത് കൂടെ ചേർത്തോതൽ അത്യാവശ്യമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആ ഒരു ആയത്ത് പൂർത്തിയാകുന്ന സ്ഥലത്ത് ഒരു ലാ എന്ന് നിർത്തരുത് എന്നുള്ളൊരു അടയാളം കാണാം. അപ്പോൾ നമുക്ക് തോന്നിപ്പോകും ആയത്ത് പൂർത്തിയായല്ലോ, എന്തിനാണ് ഇവിടെ ലാ എന്ന് തോന്നിപ്പോകും. അപ്പോൾ അങ്ങനത്തെ ചില സ്ഥലങ്ങളിൽ ആണ് ആ ഒരു വിഷയം വരുന്നത്. അതുപോലെ ഒരു ആയത്തിന്റെ അവസാനമായിരിക്കും, അല്ലെങ്കിൽ ഓരോരോ കഥകൾ പറഞ്ഞിട്ട് എന്തെങ്കിലും കഴിഞ്ഞു പോയ വിഷയങ്ങൾ, പല കഥകളും പരിശുദ്ധ ഖുർആനിൽ ഇബാദത്തായി വന്നിട്ടുണ്ട്. ആ കഥകൾ അവസാനിക്കുന്ന സ്ഥലത്ത് നമുക്ക് നിർത്താം. അതുപോലെ സൂറത്ത് അവസാനിക്കുന്ന സ്ഥലത്ത് നിർത്താം. ഇതൊക്കെ വഖഫ് താമായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ തുടങ്ങുന്നതും ഒരു ആയത്തിന്റെ ആദ്യം വെച്ച് തുടങ്ങുക, അല്ലെങ്കിൽ സൂറത്തിന്റെ ആദ്യം വെച്ച് തുടങ്ങുക. ഇതൊക്കെയാണ് ഇബ്തിദാ താമാത്, തുടക്കം ശരിയായ രീതിയിൽ വരുന്നത്. അതുപോലെ തുടങ്ങുന്ന സ്ഥലത്ത് യാ അയ്യുഹല്ലദീന എന്നുള്ള സ്ഥലങ്ങൾ, അതുപോലെ ഖസമിന്റെ ലാമൊക്കെ വരുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ തുടങ്ങുന്നതാണ് വഖഫ് താം. എന്താണ് ഈ വഖഫ് താമിന്റെ അടുത്ത് നിർത്തുന്നതിന്? അവിടെ ഏറ്റവും നല്ലത് ആ സ്ഥലത്ത് നിർത്തുകയും വഖഫ് താമുള്ള സ്ഥലത്ത് നിർത്തുകയും ശേഷമുള്ളത് എടുത്ത് അടുത്ത ആയത്തായിട്ടോ അല്ലെങ്കിൽ അടുത്ത ഒരു വിഷയമായിട്ട് തുടങ്ങുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ വഖഫ് കാഫിയും നിർത്താൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. അത് അതിന് ശേഷമുള്ള ഒരു ഒന്നിനോട് ലഫ്ളിൽ ഒരു ബന്ധവുമില്ല. വഖഫ് കാഫിയാകുമ്പോൾ ലഫ്ള്, അതായത് അതിന്റെ ഗ്രാമറുമായി ബന്ധപ്പെട്ട ഒരു ബന്ധവുമില്ല. പക്ഷെ അതിന്റെ മാന ശേഷമുള്ള കലിമത്തിനോട് അല്ലെങ്കിൽ ശേഷമുള്ള ആയത്തിനോട് ബന്ധം വരുന്ന സ്ഥലമാണ് വഖഫ് കാഫി എന്ന് പറയുന്നത്. ഉദാഹരണം ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം എന്ന സ്ഥലത്ത് യുഅ്മിനൂൻ എന്നുള്ള സ്ഥലത്ത് നമുക്ക് ഒരു ആയത്ത് പൂർത്തിയാണ്, അവിടെ നിർത്താം. എന്നാൽ അവിടെ എന്തല്ല, ആ ഒരു നിർത്തുന്നതിന് പറയുന്നത് വഖഫ് താം എന്നല്ല, ലാ യുഅ്മിനീൻ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം എന്നുള്ളത് ആ ഒരു കഴിഞ്ഞ കാഫിരീങ്ങളുടെ ഒരു കാര്യം പറഞ്ഞതിനോട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അവിടെ വഖഫ് താം അല്ല, പക്ഷെ നിർത്താൻ പറ്റുന്ന സ്ഥലമാണ്, ആയത്തിന്റെ അവസാനമാണ്. അതിന് പറയുന്നത് വഖഫ് കാഫി എന്നാണ്. കാരണം ഈ ഒരു വിഷയം പറയുമ്പോൾ ശേഷമുള്ള കലിമത്തിനോട് അല്ലെങ്കിൽ ശേഷമുള്ള ആയത്തിനോട് ലഫ്ളിയായിട്ടുള്ളൊരു ബന്ധമില്ല,
പക്ഷെ മഅന അതിന്റെ അർത്ഥം ഇനിയും പൂർത്തിയാകുന്ന ആ ഒരു അടുത്ത ഒരു കുറച്ച് ഭാഗങ്ങൾ കൂടി കൂടുമ്പോഴേ ആ ഒരു പോർഷൻ അല്ലെങ്കിൽ ആ ഒരു വിഷയം പറയുന്നത് പൂർത്തിയാകുകയുള്ളൂ. ഇങ്ങനെ നിർത്തുന്ന സ്ഥലത്ത് വഖഫ് കാഫി എന്നാണ് പറയാ. അവിടെ നിർത്തുന്നതും അതിന്റെ ശേഷമുള്ളത് എടുത്തു ഓതുന്നതും വിരോധമില്ല. ശേഷമുള്ളത് എടുത്തു ഓതാൻ എന്ന് പറഞ്ഞാൽ ലാ യുഅ്മിനൂൻ എന്ന് നിർത്തി പിന്നെ അതിന് ശേഷം ഖതമല്ലാഹു അലാ ഖുലൂബിഹിം എന്നുള്ളത് ഓതാവുന്നതാണ്. ഈ സ്ഥലത്ത് ഇങ്ങനെ വരുന്ന സ്ഥലത്തിന് പറയുന്നത് വഖഫ് കാഫി എന്നാണ്. ഇനി വഖഫ് ഹസൻ എന്നുള്ളൊരു വിഷയമുണ്ട്. അതെന്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞതിന്റെ കാഫിയുടെ നേരെതിര്. മഅന പൂർത്തിയായിട്ടുണ്ട്, പക്ഷെ ലഫ്ളിൽ ബന്ധമുണ്ട്. മഅന പൂർത്തിയായിട്ടുണ്ട്, പക്ഷെ അതിന്റെ ലഫ്ളിൽ ബന്ധമുണ്ട് ശേഷമുള്ളതിനോട്. ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് വഖഫ് ഹസൻ എന്ന് പറയുക. ഉദാഹരണം പറയുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാകുന്നത്. ഇപ്പൊ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഒരായത്ത്, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള ഒരായത്ത്, ഇതിൽ ഒരാൾ ബിസ്മില്ലാഹ് എന്ന് നിർത്തി. ബിസ്മില്ലാഹ് അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം പൂർത്തിയായി. നമ്മൾക്ക് സാധാരണ പറയുന്നതാണ് ബിസ്മില്ലാഹ് എന്നും അൽഹംദുലില്ലാഹ് എന്നൊക്കെ. അതിന്റെ അർത്ഥം അവിടെ പൂർത്തിയായി. പക്ഷേ ലഫ്ളിൽ ആ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ പറയുന്നതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത്. അപ്പൊ അത് പൂർത്തിയാക്കി അവിടെ അപ്പുറം നിർത്തുമ്പോൾ അതിന് വഖഫ് താമാവും. അതല്ല, ഒരാൾ അൽഹംദുലില്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് അവിടെ നിർത്തി, എന്നാൽ ആ നിർത്തുന്നതിന് വിരോധമില്ല. പക്ഷേ ഇങ്ങനെ നിർത്തുന്ന സ്ഥലത്ത് ശേഷമുള്ളത് എടുത്ത് ഓതാൻ പാടില്ല. അവിടെ നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം? മുന്നേയുള്ള കെലിമത്ത് വീണ്ടും എടുത്ത് ഓതണം. അതാണ് ചില സ്ഥലത്തൊക്കെ നമ്മൾ ഓതുന്ന സ്ഥലത്ത് നിർത്തുമ്പോൾ എടുത്ത് ഓതുന്ന വിഷയം എവിടെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ശേഷമുള്ളതിനോട് ബന്ധമുള്ള സ്ഥലങ്ങളിലാണ് ഇങ്ങനെ ഈ വഖഫ് ഹസൻ എന്നുള്ളൊരു വിഷയം വരുന്നിടത്താണ് നമ്മൾ ആയത്തുകൾ നിർത്തിയിട്ട് ശേഷമുള്ളതിനെ എടുത്ത് ഓതുന്നത്. ഇതൊരു ഉദാഹരണം. അതുപോലെ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ, ഇതൊക്കെ അടുത്തടുത്ത ആയത്തുകളാണ്. അവിടെ നിർത്താം, നിർത്തുന്നതിന് കുഴപ്പമില്ല. പിന്നെ അതിനോട് അർത്ഥം ശേഷം ബന്ധം ഉണ്ടായതുകൊണ്ട് അതിന്റെ എന്ത് ചെയ്യണം? നമ്മൾ ലഫ്ളിൽ അതിനോട് ബന്ധമുണ്ടായതുകൊണ്ട് എടുത്തു ഓതണം. പക്ഷെ അതൊരു ആയത്തിന്റെ അവസാനമാണെങ്കിൽ അവിടെ നിർത്തി അതിനുശേഷമുള്ളത് എടുത്തു ഓതുന്നതുകൊണ്ട് വിരോധമില്ല. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നിർത്താൻ പാടുള്ള വഖഫുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഒരു വഖഫ് കൂടെയുള്ളത് ആളുകൾ സംഭവിക്കുന്നത് വഖഫ് ഖബീഹാണ്. ഖബീഹായ വഖഫാണ്, മോശമായ വഖഫാണ്. അത് ശേഷമുള്ളതിനോട് ലഫ്ളിലും മഅനയിലൊക്കെ ബന്ധമുണ്ടാകും. മാത്രമല്ല ആ ഒരു വാക്ക് പറയുമ്പോൾ എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് അൽഹംദുലില്ലാഹ് എന്ന് മനസ്സിലാകും. എന്നാൽ ഒരാൾ പറയുന്നത് അൽഹംദു എന്ന് നിർത്തി, അൽഹംദു എന്ന് പറഞ്ഞു നിർത്തിയാൽ കേൾക്കുന്ന ആൾക്കാർക്ക് ഈ ഇദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് ഒരു ആശങ്കയുണ്ടാകും. അല്ലെങ്കിൽ ബിസ്മില്ലാഹി എന്നുള്ളിടത്ത് വെറും ബിസ്മി എന്ന് പറഞ്ഞു നിർത്തിയാൽ ഒരു ആശങ്കയുണ്ടാകും. അല്ലെങ്കിൽ മാലികി യൗമിദ്ദീൻ എന്നുള്ളിടത്ത് മാലികി എന്ന് നിർത്തിയാൽ അത് ശേഷമുള്ളതിനോട് ഒരു നിലക്കും പൂർത്തിയാകുകയില്ല. ഇങ്ങനെയുള്ള ഈ നിർത്തുന്നതിനാണ് ഖബീഹായ നിർത്തല്. ഇത് നിർത്തരുത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ നിർത്തേണ്ടി വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആളുകൾക്ക് ഒന്നുകിൽ തുമ്പൽ വരും, അല്ലെങ്കിൽ പെട്ടെന്ന് ശ്വാസം മുട്ടും, ശ്വാസം കട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ വരും. ഈ സ്ഥലങ്ങളിൽ ഇങ്ങനെ വരുന്ന സ്ഥലത്ത് എവിടെ നിർത്താം. പക്ഷെ ഈ രൂപത്തിലുള്ള സ്ഥലത്ത് നിർബന്ധമായിട്ടും മുന്നത്തെ കെലിമത്ത് എടുത്ത് പൂർത്തിയാക്കണം എന്നാണ് ഖബീഹായ വഖഫിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ 4 രീതിയിലുള്ള വഖഫിനെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. തുടക്കവും ഒടുക്കവും, എങ്ങനെ പരിശുദ്ധ ഖുർആൻ ഓതണം, എവിടെ നിന്ന് ഓതണം എന്നുള്ളത്. അപ്പോൾ തുടക്കത്തിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഒരു സ്ഥലത്ത് പകുതി ഒരു ആയത്തിന്റെ ഇടയിൽ നിന്നൊക്കെ എടുത്ത് ഓതാൻ പാടില്ല. മറിച്ച് ഒരു ആയത്ത് തുടങ്ങുന്ന സ്ഥലത്ത് അത് തന്നെ ഇങ്ങനെ ഇതിനൊക്കെ മനസ്സിലാവണമെങ്കിൽ അല്പം പരിശുദ്ധ ഖുർആന്റെ അർത്ഥവും കൂട്ടത്തിൽ അതുപോലെ ഇതിന്റെ ഗ്രാമറും ചെറുതായിട്ട് അറിയുന്ന ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ
أرأيت الذي يكذب الدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين فويل للمصلين എന്നൊരു ആയത്ത് പൂർത്തിയായി വരുന്നുണ്ട്. അത് നിർത്തുന്നത് വളരെ മോശമാണ്. ഫവൈലുൽ ലിൽമുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്നത് കൂടെ എടുത്ത് ഓതൽ അവിടെ നിർബന്ധമുള്ള കാര്യമാണ്. കാരണം ഈ നിസ്കരിക്കുന്നവർക്കാണ് നാശം എന്നാണ് ഫവൈലുൽ ലിൽമുസല്ലീൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് അവരെ അശ്രദ്ധയോടെ നിസ്കരിക്കുന്ന ആളുകളാണ് ആ നാശം എന്നുള്ളത് ശേഷമുള്ള ആയത്താണ് നമുക്ക് ഓതേണ്ടത്. അങ്ങനെ ചില സ്ഥലത്ത് വലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറ വലാ തഖറബുസ് സ്വലാ എന്നുള്ളത് നിർത്തരുത്. കാരണം അവിടെ നിങ്ങൾ നിസ്കാരത്തിലേക്ക് അടുക്കരുത് എന്ന് ആരെങ്കിലും ധരിച്ചു പോകും. നിങ്ങൾ നിസ്കരിക്കരുത് എന്നാണ് ഈ പറയുന്നത്. അപ്പോ വഅൻതും സുകാറ എന്നുള്ളത് കൂടെ കൂട്ടി ഓതൽ നിർബന്ധമാണ്. അതിനൊക്കെ അത്യാവശ്യം ചെറുതായിട്ടെങ്കിലും അർത്ഥം അറിയണം. അപ്പൊ അറിയാത്ത ആളുകൾക്കൊക്കെയാണ് ഇതിൽ പ്രയാസമുള്ളത്. അപ്പൊ അങ്ങനത്തെ വരുന്ന ആളുകളൊക്കെ അത് മുമ്പത്തെ കെലിമത്ത് കൂടെ എടുത്തു ഓതുക. എന്നാൽ ആയത്ത് പൂർത്തിയായ സ്ഥലത്ത് അങ്ങനെ നിർത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ അല്പം ചില സ്ഥലങ്ങളിൽ മാത്രമേ അങ്ങനെ ഒരു വിഷയം വരുന്നുള്ളൂ എന്നുകൂടെ മനസ്സിലാക്കുക. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശുദ്ധ ഖുർആൻ പാരായണത്തിലേക്ക് വരാം. സൂറത്തുൽ ബഖറയാണ് നാം ഓതിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 177 ആയത്ത് മുതൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ഓതി തുടങ്ങാം. ആദ്യമായി തോട്ടക്കാട് മുന്നിൽ തന്നെയുണ്ട്. ലൈസൽ ബിർറ അൻ തുവല്ലൂ വജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് എന്നുള്ള ആയത്താണ് നമുക്ക് ആദ്യം തുടങ്ങാനുള്ളത്. 177 രണ്ടായത്തുകൾ തോട്ടക്കാട് ഓതുക. കട്ടുണ്ടാക്കി ഏതായാലും തോട്ടക്കാട് മൈക്കിലേക്ക് വന്നിട്ട് തോട്ടക്കാട് കേൾക്കുന്നില്ല, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? മുകളിലുണ്ട്. തോട്ടക്കാട് ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ താഴെ അബ്ദുള്ള സാഹിബ് ഉണ്ടാകും. ആ തോട്ടക്കാടുണ്ട്. മൈക്കിലേക്ക് വന്നോളൂ. 2 ആയത്ത് അല്ലെങ്കിൽ 3 ആയത്ത് വരെ ഓതാം. മൈക്കിലേക്ക് വന്നോളൂ.